അഖില ഹാദിയമാരും നിമിഷ ഫാത്തിമമാരും സോണിയ സെബാസ്റ്റ്യന്മാരും എല്ലാം നമ്മുടെ ഓർമ്മകളുടെ പിന്നാമ്പുറങ്ങളിലേക്ക് പോയി കഴിഞ്ഞു. ലവ് ജിഹാദ് എന്നുള്ള പദം ഉണ്ടോ ഇല്ലയോ എന്നുള്ള തർക്കത്തിൽ നാം കുരുങ്ങിക്കിടക്കുന്നു. ലവ് ജിഹാദ് ഉണ്ടോ ഇല്ലയോ? ലവ് ജിഹാദ് എന്ന പദം ആദ്യമായി അവതരിപ്പിച്ചത് ഏതെങ്കിലും സംഘപരിവാർ അംഗമല്ല, ജസ്റ്റിസ് കെ ടി ശങ്കരനാണ്. അതാ ഏത് കേസിലായിരുന്നു, എന്ത് കേസിലായിരുന്നു എന്ന് നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കുക. ഇനി ഈ പ്രണയക്കുരുക്കിൽ പെൺകുട്ടികളെ പെടുത്തി മതവികാസം സാധ്യമാക്കുവാൻ, മതത്തിന് വേണ്ടി പ്രണയക്കുരുക്കിൽ പെൺകുട്ടികളെ പെടുത്തി വിവാഹം കഴിച്ച് ഒരു മതത്തിൻ്റെ ആളുകളുടെ സംഖ്യ വർദ്ധിപ്പിച്ച് കേരളത്തെ ഒരു പ്രത്യേക മതരാഷ്ട്രമാക്കി മാറ്റുവാനുള്ള ശ്രമങ്ങൾ ആസൂത്രിതമായി തന്നെ നടക്കുന്നു എന്ന് നമ്മളോട് പറഞ്ഞതും ഡോക്ടർ ഹെഡ്ഗേവറോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായിട്ടുള്ള മോഹൻ ഭാഗവത്ജിയോ അല്ല, കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന വി എസ് അച്യുതാനന്ദനാണ്. ശ്രീ വി എസ് അച്യുതാനന്ദൻ ആ സമയത്ത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുമായിരുന്നു. ഒപ്പം തന്നെ ഈ മതഭീകരവാദം കേരളത്തിൽ ഇങ്ങനെ പലതരത്തിൽ, അത് പ്രണയക്കുരുക്കിലൂടെ പെൺകുട്ടികളെ പെടുത്തുന്ന രീതിയാകട്ടെ, അല്ലെങ്കിൽ അവരുടെ ഭക്ഷണക്രമങ്ങൾ ഹലാലോ മറ്റെന്തെങ്കിലും പേരിലോ മലയാളികളുടെ അല്ലെങ്കിൽ മലയാളി സമൂഹത്തിന് മേൽ അടിച്ചേൽപ്പിക്കുവാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ടോ വ്യാപിപ്പിക്കുന്ന ഒരു ആസൂത്രിതമായിട്ടുള്ള ഒരു ശ്രമം കേരളത്തിൽ നടക്കുന്നുണ്ട് എന്ന മുന്നറിയിപ്പ് നമുക്ക് കാലാകാലങ്ങളിൽ തന്നത് നമ്മുടെ സംസ്ഥാന പോലീസ് മേധാവികളായിരുന്ന ടി പി സെൻകുമാർ സാറും ലോക്നാഥ് ബെഹ്റ സാറുമാണ്. ഇതൊന്നും സംഘപരിവാർ അംഗങ്ങളല്ല. ടി പി സെൻകുമാർ സാർ വിരമിച്ചതിന് ശേഷം BJP അനുഭാവമുള്ളൊരു വ്യക്തിയായി മാറിയിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. പക്ഷേ എന്നാൽ ലോക്നാഥ് ബെഹ്റയും അച്യുതാനന്ദനും കെ ടി ശങ്കരനൊന്നും സംഘപരിവാർ അംഗങ്ങളല്ലല്ലോ. ജസ്റ്റിസ് കെ ടി ശങ്കരനാണ് ലവ് ജിഹാദ് എന്നുള്ള പദം ആദ്യമായി ഉപയോഗിച്ചത്. പക്ഷേ അതൊരു തെറ്റായി പോയെന്ന് എനിക്ക് തോന്നുന്നു. ശ്രീ അനിൽ വിളയിൽ ഇന്നലെ തത്വമയി ന്യൂസിൽ സനോജ്ജിയുമായിട്ട് സംവദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ലവ് ജിഹാദ് എന്നുള്ള വാക്ക് തന്നെ ഉപയോഗിക്കുന്നത് തെറ്റാണ്, ട്രാപ്പ് ജിഹാദ് എന്നാണ് ഇതിനെ പറയേണ്ടത്. ലവ് എന്നൊരു വികാരം ഇതിലില്ല, ഇതിൽ മതം മാത്രമേ ഉള്ളൂ. മതത്തിന് വേണ്ടി വളരെ ഗൂഢലക്ഷ്യങ്ങളോടെ ഉപയോഗിക്കുന്ന ഒരു വികാരത്തിന് അവർ നൽകുന്ന പേര് മാത്രമാണ് പ്രണയം. ഇതിൽ പ്രണയം എന്നുള്ളൊരു വികാരമേ ഇല്ല, ഇതിൽ ചതി മാത്രമേ ഉള്ളൂ. കേരള സ്റ്റോറി 2 ഗോസ് ബിയോണ്ട് എന്നുള്ള സിനിമ വീണ്ടും വീണ്ടും കാണുവാൻ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. കാരണം അതിൽ ഇതിൻ്റെ ഉള്ളുകളികൾ എങ്ങനെയൊക്കെയാണ് ഇതവർ ആസൂത്രണം ചെയ്യുന്നതെന്നുള്ളത് 3 കഥകളിലൂടെ വ്യക്തമായി നമ്മളോട് പറയുന്നുണ്ട്. അത് സാന്ദർഭികമായി പറഞ്ഞു എന്ന് മാത്രം. ഇനി നമ്മുടെ കുട്ടികളുടെ കാര്യത്തിലേക്ക് വരാം. കാരണം ഇതൊരു വൺ വേ ട്രാഫിക്കാണ്. കാരണം നമ്മുടെ ഹിന്ദു മതത്തിൽപ്പെട്ടതോ അല്ലെങ്കിൽ ക്രിസ്ത്യൻ മതത്തിൽപ്പെട്ടതോ ആയിട്ടുള്ള പെൺകുട്ടികളെ അങ്ങോട്ടേക്ക് കൊണ്ടുപോവുക എന്നുള്ളതല്ലാതെ അവിടുത്തെ പെൺകുട്ടികൾ ഇങ്ങോട്ട് വരുവാൻ അവർ കഴിയുന്നതും അനുവദിക്കാറില്ല. അവരുടെ പെൺകുട്ടികൾ നമ്മുടെ പെൺകുട്ടികൾ അവരുടെ പെൺകുട്ടികൾ എന്ന് വേർതിരിച്ച് പറയാമോ എന്ന് ചോദിച്ചാൽ പറയേണ്ട ഒരു അവസ്ഥയാണ്.